എനിക്ക് ഒട്ടും എന്താ പറയുക അൺഫെയർ ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. കാരണം പ്രേക്ഷകർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് പവർ ടീമിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഈ ആഴ്ച പോവില്ല എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതാണ് തിരിച്ചടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അമ്മോ, അപ്പൊ അതുള്ളൂ, അത്രേ ഉള്ളൂ. വേറെന്താ? മൊത്തം പുറത്തുള്ള ഗബ്രി ജാസ്മിൻ വിഷയമാണ്. ശരിക്കും നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു അകത്ത്? അത് ഞാൻ സംസാരിച്ചാൽ പുറത്തിറങ്ങിയതിന്റെ ടയേർഡാണ്, ഉറക്കമൊന്നും ശരിയായിട്ടില്ല. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വേറൊരു ദിവസം ഇരിക്കാം. അതിനെക്കുറിച്ച് ഇപ്പൊ ഒന്ന് വീട്ടിൽ ചെന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് എല്ലാവരോടും സംസാരിക്കാൻ വേറൊരു ദിവസം വരാം. ഇത് എന്റെ മുമ്പ് ശ്വാസപ്പെടുന്നത്. അല്ല ബ്രോ, ഇന്നലെ ഗബ്രി ഔട്ടായതിനു ശേഷം എല്ലാവരുടെ പേരും പറഞ്ഞിട്ട് വിഷ് അല്ലെങ്കിൽ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു. പക്ഷെ ജാസ്മിന്റെ പേര് മാത്രം പറഞ്ഞില്ല. ജാസ്മിനോട് ബായ് പറയേണ്ടതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അത് ഞാൻ ഓൾറെഡി നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ വെച്ച് പറഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. പിന്നെ ആ പ്രഷറിൽ എനിക്ക് ആ വീഡിയോ കണ്ട സമയത്ത്, AV കണ്ട സമയത്ത് മൈൻഡ് വേറൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രഷറിൽ ഞാൻ വിട്ടുപോയത്. ഞാൻ എല്ലാവരും പറയണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടല്ല. പിന്നെ ഒരാളെ പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വിഷമമുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഓരോരുത്തർ എടുത്തെടുത്ത് പറഞ്ഞതാണ്. ജാസ്മിനെ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് തന്നെ അറിയാം. നിങ്ങൾ തമ്മിലുള്ള ഒരു ഒത്തുകളി ആയിരുന്നു ഈ ശരിക്കും? അല്ല, ഒരിക്കലും അല്ല. അത്യാവശ്യം ഞങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്ത് എതിർത്ത് നിന്ന് കഴിഞ്ഞാലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വി ആർ ഓൾ പ്ലേയേഴ്സ്. നമ്മളെല്ലാവരും വീട്ടിൽ പ്രണയമൊന്നും അല്ല ചേട്ടാ. ചേട്ടാ, ഞാൻ വേറൊരു ദിവസം എല്ലാവരും വന്ന് സംസാരിക്കാം. ഇന്നിപ്പോ കുറച്ച് ടയേർഡ്, അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും എനിക്ക് 100 ദിവസം നിന്ന് കളിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ വിക്ടായതിൽ സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. പക്ഷേ എല്ലാം പ്രേക്ഷക വിധിപ്രകാരമല്ലേ, അപ്പോൾ നമുക്കതിൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പവർ റൂമിൽ നിന്ന് പുറത്തായിട്ടായിരുന്നു? അങ്ങനെ ഇല്ല, റിഗ്രറ്റ്സ് ഒന്നും ഇല്ല. പവർ റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങിയത് എൻ്റെ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്തായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ വരും എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബാക്കിയൊക്കെ പിന്നെ അപ്പോൾ താങ്ക് യു സോ മച്ച്. റീഎൻട്രി ഒന്നും പ്രതീക്ഷിക്കാതാണ് എനിക്ക് തോന്നാനുള്ള അവർക്ക് ഏറ്റവും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാം സ്നേഹിച്ചതിനും കൂടെ നിന്നതിനും ശാസിച്ചതിനും എല്ലാം നന്ദിയുണ്ട്. ഇനിയും ഇതേപോലെ മുമ്പോട്ട് കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. അവിടെ ആംഗിൾ അടുത്തായിരിക്കും. ടെൻഷനൊന്നുമില്ല എനിക്ക്. മറ്റേ ഞാൻ ഭയങ്കര ടയേർഡാണ്. കാരണം ഇന്നലെ ഇറങ്ങിയതിന് ശേഷം ഉറക്കം ശരിയായിട്ടില്ല. അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ല, എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും നിങ്ങൾ എല്ലാവരും കാണാൻ വന്നതിനും ഇവിടെ വന്നതിനൊക്കെ ഇതിനൊക്കെ വേണ്ടി തന്നെയാണ് ഞാൻ അതിൻ്റെ അകത്ത് പോയി കഷ്ടപ്പെട്ടതും ഇതൊക്കെ ചെയ്തതും. ഇല്ല, എനിക്ക് പ്രോപ്പറായിട്ട് ഫോൺ ചെക്ക് ചെയ്യാനായിട്ട് ഒരു ടൈം കിട്ടിയിട്ടില്ല. എനിക്ക് കൂടി പോയ ഒരു 1 hour ആണ്. ഞാൻ എൻ്റെ ഉറക്കമൊന്നും ശരിയാവാത്തതുകൊണ്ട് അതിൻ്റെ അകത്ത് ഇറങ്ങിയ സമയത്തും കുറച്ച് പ്രശ്നത്തിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ എല്ലാവരും കാണാം. നമുക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ പലപ്പോഴായിട്ട് ഇരിക്കാം. ഇതിനെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഡീറ്റെയിൽ ആയിട്ട് വേറെ ദിവസം സംസാരിക്കാം. ചേട്ടാ, എല്ലാവരും വന്നതിൽ നല്ല സന്തോഷം. വന്നതിലും വെയിറ്റ് ചെയ്തതിലും ഇത് എടുക്കുന്നതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ സ്വപ്നം കണ്ടത് തന്നെയാണ് നിങ്ങൾ എനിക്കിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇരിക്കാം, സംസാരിക്കാം, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഞാൻ ആക്ച്വലി ഭയങ്കര ടയേർഡാണ്. ഇന്നലെ എലക്ഷൻ കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര തിരക്കില് ഓട്ടത്തിലും പരിപാടികളിലായിരുന്നു. അതിന്റെ കുറെ പരിപാടികളുണ്ടായിരുന്നു. അതിനെ കുറിച്ച് ഇപ്പൊ പറയാറായിട്ടില്ല. അതിനെ കുറിച്ച് ഇപ്പൊ പറയാറായിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് അതിനെ കുറിച്ച് ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല. സോറി.